ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പേരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പേരക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത ആ ഒരു വലുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളമാണോ ഇത് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലെക്സിൽ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കളറിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ തേനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഈ ഒരു ജാറൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മസാലയെല്ലാം ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുലുക്കി എടുക്കുമ്പോൾ തന്നെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. നന്നായിട്ടൊന്ന് കുലുക്കി എടുത്താൽ നന്നായിട്ട് തന്നെ പിടിക്കും മസാലയൊക്കെ. എന്നിട്ട് നമുക്കിത് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ഈ ഒരു മസാല കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇതുപോലെ ആക്കി കൊടുത്താൽ കഴിച്ചു പോകും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്